നിൽക്കുന്നില്ല. ഈ ടൈം പീസിന്റെ ഒരു സൂക്കേട്. അല്ലാതെ അമ്മയ്ക്കല്ല സൂക്കേട്. യോഗ ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മേ? ഞാൻ നിനക്കൊരു ശല്യമായോ? ഇതിപ്പോ എന്ത് ശല്യം ഉണ്ടാവാനാ? ഒന്നും രണ്ടും പ്രാവശ്യമല്ല, അഞ്ചാമത്തെ തവണയാ ടൈം പീസിന് അസുഖമാന്ന് പറഞ്ഞ അമ്മ വരുന്നത്. മനുഷ്യനൊന്നും മെലിയാനെ സമ്മതിക്കില്ല എന്ന് വെച്ചാ അല്ല അമ്മയുടെ ഉദ്ദേശം എന്താ? ഞാൻ നിന്റെ ശവാസനം കാണാൻ വന്നല്ലേ മോളെ. എപ്പോഴാ മക്കളുടെ ശവാസനം? അമ്മയുടെ ശവാസനം കഴിഞ്ഞിട്ടാ എന്റെ ശവാസനം. ഒന്ന് പോയേ, യോഗ ചെയ്യുമ്പോഴേ സംസാരിക്കാൻ പാടില്ലെന്നാ. ഓഹോ. തല കാലിനിടെ പോയി കുടുങ്ങുമ്പോഴേ അപ്പൊ നീ കിടന്ന് വിളിക്കും. ഞാൻ വരത്തില്ല, നോക്കിക്കോ. വേണ്ട. അയ്യോ എന്റെ മയൂരാസനം. നിൽക്കുന്നില്ലല്ലോ. ഇത് മനഃപൂർവ്വ, ഇത് കരുതി കൂട്ടി ചെയ്യുന്നതാ. ഞാൻ മെലിയുന്നതിനുള്ള അസൂയ. അമ്മയ്ക്ക് അസൂയ. എനിക്ക് എന്തിനാ മോളെ നിന്നോട് അസൂയ? എന്റെ മോന്റെ ചക്കരക്കടം പോലത്തെ വാരിയല്ലേ നീ. എനിക്ക് എന്തിനാ മക്കളെ അസൂയ? ഞാൻ മെലിഞ്ഞ് സ്ലിം ആയാലേ അമ്മയ്ക്ക് ഷെയിമല്ലേ? എന്തിന്? അമ്മയ്ക്ക് എന്നേക്കാൾ തടിയില്ലേ? അത് ഒരു മരത്തെ ബോറൻ തടി. ഇതാ കണ്ടില്ലേ? എനിക്ക് തടി ഉണ്ടെന്നേ ഉള്ളൂ, തൂക്കം കുറവാ. അകത്ത് വെറും സ്ലിമ്മ. അത് കാണുന്നവർ കൂടെ തോന്നണ്ടേ? ഇല്ലേ? ഓ, കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി, എൻ്റെ മോന് ചേരുന്ന പെണ്ണല്ല, അവൾക്ക് ഇച്ചിരി തടി കൂടുതലാണെന്ന്. ഏതൊരമ്മയും പറയുന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അന്ന് തുടങ്ങി ഒരുക്കമല്ലേ നീ ഇത്. കണ്ടോ കണ്ടോ, അപ്പൊ കരുതിക്കൂട്ടി തന്നെയാ. എന്താ നീ നിന്ന് സംസാരിക്കേ? അമ്മയ്ക്ക് ഞാൻ മെലിന്നുള്ള കോംപ്ലക്സാ. എനിക്ക് എന്തിനാ മോളെ കോംപ്ലക്സ്? ഇപ്പൊ തടിയാണ് ഫാഷൻ, മനസ്സിലായില്ലേ? കേട്ടോ മെലിഞ്ഞിരിക്കുന്നുണ്ടോ? ഇതാ ഇപ്പൊ ഫാഷൻ. അയ്യോ മോളെ, ഇതൊക്കെ അഭിനയിക്കാൻ വേണ്ടി ഒരുങ്ങുന്നതാ. എല്ലും തോലും പുറത്ത് കണ്ട അഭിനയമായെന്നാ വിചാരം. അപ്പൊ അഭിനയിച്ച മെലിയൂ? പിന്നല്ലാതെ പാവങ്ങളൊക്കെ ഇങ്ങനെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുമല്ലോ, പിന്നെ എങ്ങനെ മെലിയാതിരിക്കും? അപ്പൊ ഞാൻ എന്തിനാ ഇത്രയും പൈസ ചെലവാക്കുന്നേ? ഹെൽത്ത് ക്ലബിൽ കൊണ്ടുവന്ന് 3000 രൂപ കൊടുക്കുന്നുണ്ട്, പിന്നെ എക്സ്ട്രാ പൈസ ഡയറ്റിങ്ങിനും. എന്റെ ദൈവം, ഭക്ഷണത്തിനേക്കാളും ചെലവാ എന്റെ മോളെ ഇപ്പൊ ഈ ഡയറ്റിങ്ങിനെ. ഇനിയിപ്പം ഇവിടെ അഭിനയിച്ചാ മതിയല്ലേ മെലിയും? പിന്നല്ലാതെ എന്റെ മോന്റെ കാശങ്ങളിൽ ആവത്തില്ലേ? എന്താ? അല്ല ഇത്രയൊക്കെ അഭിനയിച്ചിട്ട് അമ്മ എന്താ മെലിയാത്ത? അല്ല അമ്മ ഭയങ്കര അഭിനയല്ലേ എന്നും എന്നോട് ഒത്തിരി സ്നേഹമുള്ള പോലെ, എന്നിട്ട് എന്താ മെലിയാത്തേന്ന്? വേണം, എനിക്കത് കേൾക്കണം. നിന്നോടുള്ള സ്നേഹം അവരെയാണെന്ന് പറഞ്ഞില്ലേ, വേണം. ഈ വീട്ടിൽ ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴ. അയ്യോ, രാവിലെ തന്നെ ഞാൻ അമ്മയെ വിഷമിപ്പിച്ചോ? കാണാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഐ എം സോറി. മെലിയാൻ വേണ്ടി നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അമ്മയ്ക്കൊരു വിഷമം തന്നെയല്ല. 7ലും 10ലും ഒക്കെ പഠിക്കുന്ന 2 കുട്ടികളുടെ അമ്മയല്ലേ നീ. അല്ലാതെ ഞാൻ തടിച്ചു പോകുന്നോണ്ടുള്ള അസൂയൊന്നും അല്ല മോളെ. എനിക്ക് മനസ്സിലായമ്മേ. ഞാൻ ഇന്നത്തോടെ നിർത്തുക. ഈ യോഗ ചെയ്യലും ഹെൽത്ത് ക്ലബിൽ പോക്കും ഡയറ്റിങ്ങും പിന്നെ ദിവസം 5 നേരം വെയിറ്റ് നോക്കുന്നതൊക്കെ ഞാൻ നിർത്തുക. അവസാനത്തെ നോട്ടം. എവിടെ? അല്ല, വെയിറ്റ് നോക്കുന്നതേ അവസാനം, ലാസ്റ്റ് നിർത്തി. ഓക്കെ? ഭഗവാനേ, എന്താ കൂടിയോ? കൂടാനോ? കുറഞ്ഞു. ഇന്നലെ ഉള്ളതിനേക്കാൾ 250 ഗ്രാം കുറഞ്ഞു. അപ്പൊ എന്റെ വെയിറ്റ് 70 കിലോ 750 ഗ്രാം. ആ കുന്തം കേടാ. പിന്നെ അമ്മയുടെ ടൈം പീസ് പോലൊന്നുമില്ല, ഇത് വളരെ കറക്റ്റാ. അയ്യോ, വെയിറ്റ് കുറഞ്ഞ കാര്യം അർജുനേട്ടനെ വിളിച്ച് പറയട്ടെ. അയ്യോ, ഇപ്പൊ എന്തിനാ ഇതൊക്കെ അവനെ വിളിച്ച് പറയാൻ പോണേ? കുറഞ്ഞല്ല, അത്യാവശ്യമായിട്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവമേ. ഹലോ അർജുനേട്ടാ, അതെ കുറഞ്ഞു. ഇന്നലെ ഉള്ളതിനേക്കാൾ 250 ഗ്രാം കുറഞ്ഞു. ഇപ്പോഴത്തെ വെയിറ്റോ 70 കിലോ 750 ഗ്രാം. സന്തോഷമായില്ലേ? ഓക്കെ ഓക്കെ ഏറ്റു. അവൻ എന്താ പറഞ്ഞേ? അമ്മയുടെ വെയിറ്റ് കൂടെ നോക്കാൻ. അങ്ങനെ പറയത്തില്ല. വാമേ, നമുക്ക് വെയിറ്റ് നോക്കാം. വേണ്ട വേണ്ട വേണ്ട, എനിക്കൊന്നും നോക്കണ്ട. വാമേ, എന്നാലും നമുക്ക് നോക്കാം. എനിക്ക് നോക്കണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്തായാലും യോഗ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. ഈ പരിപാടി വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വേണ്ട, നീ വിടണ്ട. പാവം അമ്മ
കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ സ്റ്റെപ്പുകൾ പോലും കയറാൻ പറ്റാത്ത വിധത്തിലാവും. എന്നെ നോക്കൂ അമ്മേ, ഞാൻ എന്ത് സ്മാർട്ടായി കണ്ടോ? എന്ത് വേഗത്തിലാണ് ഞാൻ സ്റ്റെപ്പുകൾ ഓടിക്കയറുന്നതെന്ന് നോക്കൂ, കണ്ടോളൂ. യോഗ ചെയ്ത തടി കുറയും. ഞാൻ എന്തായാലും വെയിറ്റ് നോക്കാം. എത്രയുണ്ട്? 80, 90? എന്നെക്കാട്ടിലും 10-15 കിലോ കൂടുതലല്ലേ? അത്രയൊന്നും ഇല്ല. ആ, ഞാൻ നടന്നപ്പോ അറിയാതെ കേറി പോയതാ. അയ്യോ. സ്വീകരണ മുറിയിലാണോ ഈ കൊന്തൊക്കെ കൊണ്ടുവിട്ട് വെച്ചേക്കുന്നത്? ഉവ്വേ. എന്തു പറ്റി? മൗനവ്രതമാണോ? അല്ല മോനെ, നീ വലിയ ശാസ്ത്രജ്ഞനൊക്കെ ആണല്ലോ. അച്ഛമ്മയുടെ ഈ തടി കുറയ്ക്കാൻ എന്താ ഒരു വഴി? ഓ, തടി കുറയ്ക്കാൻ പുഴയിൽ ചടി ചത്താ ഡെഡ് ബോഡി പൊങ്ങിക്കിടക്കുന്ന കണ്ടിട്ടില്ലേ? വെയിറ്റ് ഉണ്ടാവില്ല. നീ നിന്റെ അമ്മയെ പോലെ തന്നെ. ഞാനിപ്പോൾ പുതിയൊരു ഗവേഷണത്തിലാണ്. എന്താ? പച്ചവെള്ളത്തിൽ നിന്ന് എങ്ങനെ തീ ഉണ്ടാക്കാം. ഓഹോ, ഇത് കഴിയട്ടെ, ഞാൻ അച്ഛമ്മയ്ക്ക് വേണ്ടി പരീക്ഷണം ചെയ്യാം എങ്ങനെ തടി കുറയ്ക്കാമെന്നുള്ളത്. ഒന്ന് പോടാ ചേർക്കാം. പള്ളിക്കുടിച്ച് ചോന് പഠിക്കത്തില്ല, അവന് ഗവേഷണവും കൊണ്ട് നടക്കുന്നു. പച്ചവെള്ളത്തിൽ നിന്ന് അവനിപ്പോ തീ ഉണ്ടാക്കും പോലും. മണ്ണാൻ കട്ട ഉണ്ടാക്കുന്നത്. ആ മോളെ, നീ അവിടെ ഇരുന്ന ഒരു കാര്യം ചോദിക്കാം. അതേ, ഈ അച്ഛമ്മയുടെ തടി ഒന്ന് കുറയ്ക്കാൻ എന്താ ഒരു മാർഗം? ഓ, അതാണോ കാര്യം? ആ, അച്ഛമ്മ ഈ ലാപ്പിലെ വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്ക്. ഇതിലെ തടി കുറയ്ക്കുന്ന വിദ്യകളുണ്ട്. ആണോ? അയ്യേ, ഈ വയസ്സുകാലത്ത് എനിക്കിതുപോലെ തലയും കുത്തി വെക്കാനൊന്നും വയ്യ. ഇതിനൊക്കെ കാരണേ മമ്മിയാ. എങ്ങനെ? പാവ അച്ഛമ്മയ്ക്ക് എന്നും ചിക്കനും മട്ടനും ഡെയിലി തരുന്നില്ലേ? അതെന്തിനാ? തടി കൂട്ടാനാ. മമ്മി കഴിക്കുന്നോ ചപ്പാത്തി സാലഡും. അയ്യോ, അത് പാവം അവൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തരുന്നതല്ലയോ. അയ്യടാ, എന്താ സ്നേഹം. ആ, അന്ന് അച്ഛമ്മ പണ്ട് മമ്മിയുടെ കല്യാണ സമയത്ത് മമ്മിയെ കളിയാക്കിയില്ലേ, തടിച്ചെന്ന് വിളിച്ച്? അതിന്റെ പ്രതികാരം തീർക്കുക. ഇപ്പന്തേ മമ്മി ജയിച്ചു, അച്ഛമ്മ തടിച്ചു കൊഴുത്തു. അങ്ങനെയൊന്നും കുറച്ച് കൊഴുത്തൊന്നുമില്ല. ആഹാ, അമ്മ എവിടെ ഇരിക്കുവാണോ? ഭക്ഷണം കഴിക്കണ്ടേ? വാ, എടുത്തു വെക്കട്ടെ. എന്താ കഴിക്കാൻ? പുട്ടും മട്ടൻ കറി അമ്മയ്ക്ക്, ചപ്പാത്തിയും ജ്യൂസും എനിക്ക്. എനിക്ക് വെള്ളം മതി. ഏത് മതിയെന്ന്? എനിക്ക് ചപ്പാത്തിയും ജ്യൂസും മതി. അതെന്താ പുട്ടും മട്ടൻ കറിയും കഴിച്ചാല്? എനിക്ക് പുട്ടും മട്ടൻ കറി ഇന്ന് വേണ്ട. എന്താ പുട്ടും മട്ടൻ കറിയും കഴിച്ചാല്? എന്നും അതല്ലേ കഴിക്കുന്നേ? എനിക്ക് ഇന്ന് വേണ്ട. എനിക്ക് ഇന്ന് വയറ്റ് വേദന, എനിക്ക് ദഹിക്കത്തില്ല. ഇന്ന് വേണ്ട. ഇന്നലെ വരെ ദഹിച്ചല്ലോ. ദേ, നിന്റെ മനസ്സിലിരുന്ന് നടക്കത്തില്ല കേട്ടോ. എനിക്ക് ഇന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. തക്ഷണ ശുരു ആകുതേ ഈ യുദ്ധം. നിന്റെ തന്ത ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആയതുകൊണ്ട് ലോകം മുഴുവൻ തെണ്ടി നടന്ന് കുറെ മുറിഭാഷ പഠിച്ചോണ്ട് എന്നെയിട്ട് പേടിപ്പിക്കുക. എനിക്ക് അറിയാം ചില ഭാഷകളൊക്കെ. എന്താ പറ? ആകനെ ദണ്ടും. ദണ്ടു. നിനക്കല്ലേ മനസ്സിലായി? എനിക്ക് മനസ്സിലായി. എന്തുവാ? മമ്മി ഒരു തെണ്ടിയാണ്. ಅಮ್ಮ ಹೊದಿಗೆ ಮಾರುತ್ತದೆ ಹೊದಿಗೆ ಚೆನ್ನಾಗಿದೆ ಅಮ್ಮ. ഇതേതാ പുതിയൊരു അവതാരം? ചെന്നായോ? നീ കയറിവാ മോനെ. ಆಹಾ, ನಿಂತರಾಲೆ ಒಬ್ಬ ಬರ್ತಾನೆ ಎಂತೂ ಕಾಯ್ತಾ ಇದೆ ನಾನು. ಒಂದಕ್ಕೆ ಎಷ್ಟು? ಒಂದಕ್ಕೊಂದು 1500. ಅಯ್ಯಯ್ಯೋ, ಅದು ಜಾಸ್ತಿ ಆಯ್ತು, ಸ್ವಲ್ಪ ಕಮ್ಮಿ ಮಾಡಿ. ಓ, ನೀವೇ ಹೇಳು ಅಮ್ಮ. ആഹാ, അപ്പൊ പതപ്പ് വായിക്കാനുള്ള ഉദ്ദേശം അല്ലയോ? ഇവിടെ ഇപ്പൊ പതപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ಸುಮ್ಮನೆ ಇರಿ ಅಮ್ಮ. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഈ കള്ളക്കളി കേട്ടോ. കൊണ്ടുപോടോ, ഇല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം കൂടെ വാരി ഇപ്പൊ ഗേറ്റിന്റെ വെളിയിലിടും. എടുത്തോണ്ട് പോടോ. മാറിയിട്ട് തൊടാൻ വയ്യ. ഓ, എന്റെ മേത്തൊന്നും ഇടാതെ കൊണ്ടുപോ. ಇದು ಸಾಕು, 500 ಕೊಡ್ತೀನಿ. ತುಂಬ ಕಡಿಮೆ, ಎಂതൊരു ಸಾಕು. മോളെ, ആ പേഴ്സിന് 500 രൂപ എടുത്തേ. 500 രൂപയോ ഇതിനോ? എന്റെ ദൈവമേ, നഷ്ടമോ എന്റെ മോളെ? 500 രൂപ ഒരു നഷ്ടവും ഇല്ല. വേഗം മടി. പറ്റിച്ച് കാശ് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ കുറെ ഇറങ്ങിക്കോളും മണ്ണാണ്. അയ്യോ, 500 രൂപ കൂടുതലാ. നന്ദി സാർ. എന്ത് നന്ദി? അവന്റെ എന്തൊരു നാശമായതിനെ. നല്ല സുഗന്ധം. സുന്ദരം പുതപ്പ്. കൊള്ളത്തേ ഇല്ല. 500 രൂപയ്ക്ക് ഇതുപോലത്തെ 5 പുതപ്പ് കിട്ടിയായിരുന്നു. നീ എന്തോ ഉദ്ദേശം ഇപ്പൊ അവനോട് ഇത് വാങ്ങിച്ചത്? ഭാഷ പറഞ്ഞ് എന്നെ തോപ്പിക്കാനല്ലേ നീ അത് ചെയ്തത്? അല്ല അമ്മേ, പിന്നെ മഴക്കാലമല്ലേ, ആവശ്യം ഉണ്ടായിട്ട് തന്നെ ഞാൻ ഈ പുതപ്പ് വാങ്ങിച്ചത്. അർജന്റീനക്ക് വരട്ടെ, ഞാൻ അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തുദ്ദേശാ നീ ഇപ്പൊ അവനെ ഇതിനകത്ത് വിളിച്ച് കയറ്റി ഈ പുതപ്പ് വെച്ചത്? അവൻ കള്ളനോ കൊലപാതകയോ ആരെങ്കിലും ആണോ നിനക്കറിയാമോ? അത് രണ്ടുമല്ല, പിന്നെ ഭീകരവാദി. അയാളെ കണ്ടിട്ട് അമ്മയുടെ ലുക്ക് ഉണ്ടായിരുന്നു.
എന്റെ ദൈവമേ, എന്നെ പോലെ പറഞ്ഞു പറഞ്ഞ അഹങ്കാരം എനിക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഒരൊറ്റ ചവിട്ടം വെച്ച് തന്നാലുണ്ടല്ലോ എന്നാ ചവിട്ടെ? എനിക്ക് മുട്ടോയടി. അത് എന്റെ കുറ്റമാണോ? ഓ ഇല്ല, പിന്നെ കുറെ നാളായി തുടങ്ങിയിട്ട് ചവിട്ടും അതും ഇല്ല. അയ്യോ, എന്തൊരു നല്ല പതപ്പ. ഈ പതപ്പ എനിക്ക് അങ്ങ് ഇഷ്ടമായി. അയ്യടാ, ഇപ്പൊ അത് കൊള്ളാല്ലേ? അയ്യോ, വൃത്തികെട്ട സാധനം, എനിക്ക് ഇഷ്ടമേ ഇല്ല. എടി, അതിനൊരു ഉപ്പുരസം. അതിനിടയ്ക്ക് അത് നക്കി നോക്കിയോ? മണപ്പിച്ചപ്പോ കിട്ടിയതാടി. എടി, ഈ പുറത്തുനിന്ന് വരുന്ന പതപ്പിനൊക്കെ ഒരു ഉപ്പുരസം ഉണ്ടാവുമെന്നാ പറയുന്നത്. അത് വെച്ച് പതച്ചാലേ നട്ടല്ലൊക്കെ വളഞ്ഞു പോകും. ഓ പിന്നെ ചുമ്മാ ഇരുന്ന് പറഞ്ഞോളൂ. ഈ പെണ്ണിനോട് പറഞ്ഞാലും മനസ്സിലാവുകയല്ല. എന്നാലേ നീ ഈ പതപ്പം പൊതച്ച് ഇങ്ങനെ നട്ടല്ലും ഒക്കെ വളച്ച് ഇങ്ങനെ കൂനിക്കൂടി നടന്നു കേട്ടാ. ഇതിന് പറയുന്നതേ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നാ. എന്റെ അമ്മ വേണമെങ്കിൽ പുതപ്പെടുത്തു. എനിക്ക് വേണ്ടേ വേണ്ട. എനിക്ക് നിന്റെ കൂട്ട നട്ടല് വളച്ച് നടക്കാനൊന്നും ഇഷ്ടമല്ല. ഞാൻ നേരെ തന്നെ നടക്കും. നീ എടുത്ത് പൊതച്ചാ അത്. ടി വി ഓക്കെ, സോഫയുടെ പൊസിഷന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഭിത്തി ചോറ് കൊണ്ടെറിഞ്ഞ പാടുമൊന്നും കാണാനില്ല. ഇന്നിപ്പോ ഇവിടെ ഒരു യുദ്ധം നടന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല. ഇത് പ്രശ്നമാണല്ലോ. ഇന്ന് ഞാൻ പല്ലുവേദന അഭിനയിക്കേണ്ടി വരും. മോനെ അർജുന, എന്തൊരു പല്ലുവേദന, സംസാരിക്കാനേ വയ്യ. ഞാനൊരൽപ്പം റെസ്റ്റ് എടുക്കട്ടെ. ഈയിടെയായിട്ട് നിനക്ക് പല്ലുവേദന കുറച്ച് കൂടുതലാണല്ലോ മോനെ. നിനക്ക് എത്ര പല്ലാ ഉള്ളേ? വേദനയുടെ ലക്ഷണം വെച്ച് നോക്കുമ്പോ 1000 പല്ലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരൊറ്റ പല്ലിന് എന്നാ പിന്നെ അതങ്ങ് വലിച്ചു കുറച്ച് കളഞ്ഞാ പോരായോ? മിക്കവാറും അത് എന്റെ കൈ കൊണ്ട് തന്നെ നടക്കുമെന്നാ എനിക്ക് തോന്നുന്നു. സംസാരിക്കാൻ വയ്യ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് ഇവിടെ നടന്ന സംഭവമല്ലോ എന്റെ മോൻ അറിഞ്ഞോ? അയ്യോ, എന്തൊരു വേദന. ചെവിക്ക് വേദനയൊന്നും ഇല്ലല്ലോ മക്കൾക്ക്? എന്നാ ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. എങ്ങാണ്ടൊന്നോ വന്നൊരു തെണ്ടി പുതപ്പുകാരനെ ഇവിടെ അകത്ത് വിളിച്ച് കയറ്റി ഇരുത്തി. എന്നിട്ട് ഏതാണ്ടോ ഒക്കെ ഭാഷയിൽ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞെന്ന് ചോദിച്ചു നോക്ക്. കന്നഡ ഭാഷ. അമ്മേ പ്ലീസ്. എന്ത് പ്ലീസ്? ഞാനൊരൽപ്പം റെസ്റ്റ് എടുക്കട്ടെ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. അവിടെ നിൽക്കേ. ദേ ഇതെങ്ങനെയുണ്ട്? എടാ, ഇത് പുതിയ പതപ്പാന്നോടാ. ഗുജറാത്തിൽ നിന്നൊക്കെ പെറുക്കിക്കൊണ്ടുവന്ന് അലക്കി തേച്ച് വെച്ചിരിക്കുന്ന സാധന. കണ്ട കളവികളൊക്കെ പൊതച്ച പുതപ്പ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? ചേട്ടാ ഇത് കൊള്ളാവോ ചേട്ടാ? അവന്റെ ഒരു അടവ് കണ്ട. എടാ, നീ എന്തിനാ ഇങ്ങനെ അടവ് കാണിക്കുന്നത്? നവരസങ്ങളും കാണിച്ചുകൊണ്ട് നിൽക്കുന്നു. നിനക്ക് ഇവിടെ പറയുന്നതല്ലേ വേദവാക്യം. ഞാൻ പറയുന്നതൊന്നും നിനക്ക് വിശ്വാസമല്ലല്ലോ. ഞാനങ്ങ് പോയേക്കാം. എന്താ അതിനൊരു അഭിപ്രായം പറഞ്ഞ? അപ്പൊ അമ്മയെ പേടി. ഞാൻ നല്ലൊരു പുതപ്പ് വാങ്ങിച്ചപ്പോൾ അത് കൊള്ളാവുന്നൊരു വാക്ക് പറയാൻ നിങ്ങൾക്ക് വയ്യ. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? എന്നെ ഡൈവോഴ്സ് ചെയ്തൂടെ? ഞാൻ ആദ്യമേ ഫേസ്ബുക്ക് പിന്നെ അയ്യടെ മോനെ നിനക്ക് ഞാൻ ഇന്ന് എടുക്കത്തില്ല. നീ അല്ലേ അന്ന് ആദ്യം എടുത്ത പറ്റത്തില്ല. അല്ല, ഞാനാ ഇന്ന് എടുക്കാൻ പോകുന്നത്. എന്താ നിങ്ങളിന്ന് സ്കൂളിൽ പോയില്ലേ? ഇന്ന് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ മരിച്ചു. ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല. അയ്യോ, ദാമോദരൻ മാഷോ? എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ ബോഡി കാണാൻ പോയില്ലേ? ഇല്ല, ഇന്ന് ഇന്ത്യ പാക് മാച്ച് ഉണ്ട് ടി വിയിൽ. അയ്യോ, കളി തുടങ്ങാണ്. പോ പോ പോ. ഗുരുത്വമില്ലാത്ത പിള്ളേര്. അയ്യോ, ഡൈവോഴ്സ്. അതെ, ഈ പതപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ നിന്നോട് മിണ്ടുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പോത്തില്ല. ഈ പുതപ്പിന്റെ കാര്യത്തിൽ പുതിയ ഒരു തീരുമാനം ഉണ്ടാക്കാനില്ല. ഞാനത് വാങ്ങിച്ചു കഴിഞ്ഞു. അതിനേട്ടാ അമ്മ മിണ്ടുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ മിണ്ടും. എടാ, അമ്മയും ഭാര്യയും ഒരുപോലെ ആണോടാ? ഞാൻ മിണ്ടുന്ന പോലെയാണോ അവള് മിണ്ടുന്നത്? അതെനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ മിണ്ടും. നിനക്കാരാ ചോദിക്കാനല്ലോ? അതെ, പല്ലുവേദന ഉള്ളപ്പോ ഇതൊന്നും തിന്നാൻ പാടില്ല. പല്ല് വേദന കൂടെ തോപ്പിലാര് പോയി? തോപ്പിലല്ല, സച്ചിൻ. സത്യം വെച്ചിട്ട് നാളെത്രായി? സച്ചിനല്ല, സച്ചിൻ തെണ്ടുൽക്കർ. സച്ചിൻ. നമ്മുടെ സച്ചിൻ. ഡാഡി, സച്ചിന്റെ വിക്കറ്റ് കേട്ടോ. അയ്യോടാ, ഇനിയിപ്പോ ഇവിടെ നിന്ന് എന്റെ പല്ലൂടെ പോവും. ഞാൻ ആ റീപ്ലേ ഒന്ന് കണ്ടിട്ട് വരട്ടെ. നിന്റെ ഒരു റീപ്ലൈ കണ്ടിട്ട് നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇന്ന് ഞാൻ ഇത് കത്തിക്കും. നോക്കി പുതപ്പ് കൊള്ളാം കേട്ടോ. എനിക്കിത് കേട്ടാ മതി. ഐ ലവ് യു. ഞാൻ ഷേക്കാൻ തരട്ടെ? ആഹാ, എന്താ പരിപാടി?
അമ്പലത്തിൽ ഉത്സവം സദ്യയും വെടിക്കെട്ടും. അമ്മയാണോ വെടിക്കെട്ടിന് തീ കൊളുത്തുന്നത്? അതെടി ഞാനാ വെടിക്കെട്ടിന് തീ കൊളുത്തുന്നത്. എന്താ നിനക്ക്? ഇന്ന് ഞാനിത് ഒരൊറ്റ ചവിട്ട് വെച്ച് തന്നാലുണ്ടല്ലോ എന്റെ മുട്ടുകാരൻ വയ്യടി. നീ വാടാ, നീ എന്നെ പൂട്ടാനായിട്ട് വാടാ. മരിച്ചുപോയ കൃഷ്ണനാഥന്റെ ഭാര്യ ഞാനെങ്കിൽ ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പായി ഞാനിത് കത്തിച്ചിരിക്കും. ഞാൻ ഇതെടുത്ത് ഒളിച്ചു വെക്കും. ഒളിച്ചു വെച്ചാലും ഞാൻ തപ്പിയെടുത്ത് കത്തിക്കും. അതിനകത്ത് ഞാനുണ്ടെങ്കിലോ? നീ ഉണ്ടെങ്കിൽ നിന്നെ ചേർത്തങ്ങോട്ട് കത്തിക്കും. നിങ്ങളുടെ അമ്മയ്ക്ക് ഭ്രാന്താ. ഭ്രാന്ത് നിന്റെ മറ്റവർക്ക്. അമ്മ പറഞ്ഞ പോലെ ഈ നാളാ അറിയാലോ. അവരെ ഞാനിന്ന് കൊല്ലും. ആഹാ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അർജുനേട്ടാ, എന്റെ പുതപ്പ് കാണുന്നില്ല. ഞാൻ ആ മുറിയിൽ ഒളിപ്പിച്ച് വെച്ചതാ. അല്ല, അപ്പൊ പല്ല് വേദനിക്കുന്ന എന്നെ ഒന്ന് വെറുതെ വിട്. നിങ്ങളുടെ ഒടുക്കത്തെ പല്ലുവേദന. നിങ്ങളുടെ അമ്മ പറഞ്ഞ പോലെ ചെയ്ത് കാണും. എന്റെ പുതപ്പ് അവിടെ കാണും, പോയി നോക്ക്, അവിടെ കാണും. ഇല്ല, ഞാൻ എല്ലായിടത്തും നോക്കി. അവരെ ഞാനിന്ന് ഈ ബാറ്റ് വെച്ച് തലക്കടിച്ച് കൊല്ലും. നോക്കിക്കോ. മോഹനവല്ലി, നിങ്ങളെ കൊല്ലും ഞാൻ. വേണ്ടി പോയത് ഒറ്റ അടി വെച്ച് കൊടുത്താലോ? അയ്യടാ, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അയ്യോ, എന്റെ പുതപ്പന്തിയെ പറഞ്ഞ പോലെ എടുത്ത് കത്തിച്ചോ? നീ എനിക്ക് ഇത്തിരി ചൂടുകൊണ്ട് അടച്ചോ തരുമോ? എന്താ അമ്മേ? അയ്യോ, നല്ല പനിയുണ്ടല്ലോ. ഹോസ്പിറ്റലിൽ പോണോ? ചൂടുവെള്ളം കിട്ടിയാ മതി. അർജുനേട്ടാ, ഒന്ന് വരുമോ? അമ്മയ്ക്ക് നല്ല പനി. അയ്യോ ഈശ്വര, അയ്യോ, ഈ പുതപ്പ് എവിടെ നിന്ന് കിട്ടി? നമ്മുടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആണോ? അയ്യോ, ഞാൻ അമ്മ വെറുതെ സംശയിച്ചു. അമ്മേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, ഇങ്ങനെ മൂടി പാസം കടന്നാൽ മതി എനിക്ക്. കുളിര് മാറുന്നുണ്ടോ അമ്മേ? കുറേശ്ശെ. നീ പൊക്കോ. വേണ്ട അർജുനേട്ടൻ പൊയ്ക്കോ. ഇന്ന് ഞാൻ അമ്മയോട് കിടക്കാം. രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാലോ? വേണ്ട മോളെ. പല്ലുവേദന അഭിനയിച്ചതിന് പകരം പനി അഭിനയിച്ചാൽ മതിയായിരുന്നു. മോളെ മോഹനവല്ലി, അടുക്കളക്കകത്ത് വല്ലാത്ത ഒരു ചീഞ്ഞ മാറ്റം. അത് വല്ല പൂച്ചയും ചത്ത് കിടപ്പുണ്ടായിരിക്കും. എന്നാലും നീ അവിടെ നിന്ന് എഴുന്നേക്കത്തില്ല. ഞാൻ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുമ്പോഴോ അവിടെ ഒരു വയസ്സും പ്രായമൊക്കെ ആകുമ്പോ ആൾക്കാർ വലിക്കുന്ന ഒരു സാധനം അത്. എന്തോ ചക്രശ്വാസം എന്ന് വെച്ചാൽ കറക്കി അരിഞ്ഞെന്ന് പറഞ്ഞ് ചത്തൊന്നും പോകത്തില്ല. എനിക്കറിയാടി, ഞാൻ ചക്രശ്വാസം വലിക്കുന്ന കാണാനാ നിനക്ക് മോഹം. അത് ഉടനെ ഒന്നും നടക്കത്തില്ല. എപ്പോ നടക്കും? നീ ആദ്യം വലിക്കേ, ഞാൻ തീരുമാനിക്കും എപ്പോ വലിക്കണമെന്ന്. എന്നാ പിന്നെ പെട്ടെന്ന് തീരുമാനിക്കാം. ആദ്യം നീ തീരുമാനിക്കടി. അമ്മയല്ലേ വയസ്സിന് മൂത്തത്, അമ്മ തീരുമാനിക്കാം. ആദ്യം നീ തീരുമാനിക്കടി. അച്ഛമ്മേ, അത് ഗ്യാസിന്റെ മണം, അത് ലീക്ക് ചെയ്യുന്നുണ്ടാവും. എന്റെ ഗുരുവായൂരപ്പാ, ഒരു തീപ്പെട്ടിക്കം പൊരച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇപ്പൊ കട്ട പുകയായേനെ. ചെന്ന് ഉരച്ചു നോക്കാൻ മേലായിരുന്നോ? കട്ടയാവോ പുകയാവോന്ന് അപ്പൊ അറിയായിരുന്നു. ഒരു മുട്ടുമടക്കി ഒരു ചവിട്ട് വെച്ച് തന്നാലുണ്ടല്ലേ. പിന്നെ ആദ്യം അങ്ങ് ചവിട്ട്. എനിക്ക് മുട്ട് വയ്യടി. ഇവിടെ എന്തൊരു ബഹളാ? എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. പിന്നെ കോൺസെൻട്രേഷൻ കിട്ടും. മോനങ്ങ് IAS പഠിക്കുകയല്ലേ. കമ്പ്യൂട്ടർ ഏത് നേരം കണ്ട് കണ്ണാടി വെച്ച് നടക്കാം ചെറുക്കൻ. കന്നഡ ബുദ്ധിജീവികളുടെ ലക്ഷണമാണ്. എന്റെ പൊന്നുമക്കളെ, നീ നിന്റെ അച്ഛനെ ഒന്ന് വിളിക്ക്. നിന്റെ അമ്മയ്ക്ക് ഈ വീട് കത്തിയാലെന്താ കരിഞ്ഞാലെന്താ 24 മണിക്കൂറും തണ്ടി ഈ കുന്തത്തിനകത്ത് നോക്കി അവളെ ഒറ്റ ഇരിപ്പം കൊടുക്കത്ത തീറ്റിന്ന്. ഈ പറഞ്ഞതിന്റെ അടുത്ത് ഈ വീട്ടിൽ ഞാൻ ഒരു ജോലിയും ചെയ്യുന്നില്ല എന്നല്ലേ? അതെ. എന്റെ ഈശ്വര, ഈ വീട്ടിൽ ഞാൻ എന്ന് കാലെടുത്ത് വെച്ചോ അന്ന് കേൾക്കാൻ തുടങ്ങിയതാ. എന്താണ്? ഈ വീട് മുഴുവൻ അടിച്ചു വരെ തുടയ്ക്കുന്നത്, ഈ പിള്ളേരെ നോക്കുന്നൊക്കെ പിന്നെ ആരാണ്? അമ്മയെന്നാ? പിന്നല്ലാതെ എന്നെ കൊണ്ടെന്താ പറയിക്കല്ലേ? നീ എന്താ പറയാനാടി എന്റെ അടുക്കല്? നീ ഒന്നും പറയണ്ടേ. ഈ മക്കളും കൊച്ചുങ്ങളും ഈ വീടും കൂടും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കത്തിക്കരിയുന്നതിന് മുമ്പ് എന്തായാലും ചെയ്യാൻ നോക്കാം. പെര കത്തുമ്പോഴാ അവിടെ ഒരു വാഴ വെട്ടല അമ്മയുടെ. പിന്നെ പൊര കത്തിയാലും മമ്മി വാഴയൊന്നും വെട്ടാൻ പോകുന്നില്ല. വെട്ടിയിട്ട വാഴ ദേ ഇങ്ങനെ കിടക്കും. അച്ചമ്മക്ക് പറ്റിയ വേറെ കുട്ടി വലുതാക്കി എന്നെ പറഞ്ഞാ മതിയല്ലോ. അയ്യടാ, മമ്മി ഞങ്ങളെ വളർത്തി വലുതാക്കിയതല്ല, പിന്നെ ഞങ്ങൾ തനിയെ വളർന്നതാ. ഞാൻ ബോട്ടണിയെ പഠിച്ചിട്ടുണ്ടല്ലോ, വിത്തിട്ടാ മതി തനിയെ വളർന്നോളൂ. അല്ലേടി പറഞ്ഞു കൊടുക്കും മക്കളെ. അയ്യോടി, അവിടെ വരും. യു നോ, പേരൻസ് നമ്മളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ. 10 മാസം ചുമന്ന് പെറ്റു, കഷ്ടപ്പെട്ട് വളർത്തി. ദാറ്റ്സ്
is outdated, mom. എന്റെ ഈശ്വര, ഈ വീട്ടിലുള്ള സകലമാന എണ്ണത്തിനും കഴുത്തിന് ചുറ്റും നാക്ക. എടി നിന്റെ അല്ലയോ മക്കള്? അയ്യോ നോക്ക് മക്കളെ, വായിൽ നാക്കയില്ലാത്ത ഒരാളെ കാരണം കണ്ടോ നീ എന്ന് ഈ വീട്ടിനകത്ത് വന്നു കയറി അന്ന് തൊട്ടാടി എനിക്ക് നാക്ക് തുടങ്ങുന്നത്. ഈ തുടങ്ങിയോ കലാപം? കാലു വരടാ. ഈ നശിച്ച വീട്ടിൽ നിന്ന് എന്നാണോ എന്നെ കെട്ടിയെടുക്കുന്നത്? ആ അടുക്കള ചെന്നൊരു സിഗരറ്റ് കത്തിച്ചാൽ മതി, ഇപ്പൊ തന്നെ കെട്ടിയെടുക്കും. അതെന്താടി ഗ്യാസ് വരുന്നുണ്ടോ? എടാ അർജുന, നീ ഞാനകുണാന്ന് വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാതെ ആ അടുക്കള ചെന്ന് ഗ്യാസ് എന്തായെന്ന് നോക്ക്. ഇല്ലെങ്കിൽ ഈ പെരയെല്ലാം കൂടെ കത്തി ചാമ്പലാവും, ഞാൻ പറഞ്ഞേക്കാം. ഓ, എന്തിനാ ഇങ്ങനെ ഒരു പര? മനുഷ്യന് സമാധാനവും സ്വസ്ഥയും തരാതെ. ഞാനിപ്പോ ഈ പത്രത്തിൽ വായിച്ചതേ ഉള്ളൂ. എന്തുവാ ഞങ്ങള് സമാധാനം തരുന്നില്ലെന്നോ? എടി, കേരളത്തിലെ അടുക്കളകളിൽ മരണം പതിയിരിക്കുന്ന അയ്യോ എന്നാ രമണം എന്ന് വിളിച്ചിരുന്ന അവിടെ? രമണൻ എന്നാ വിളിച്ചിരുന്ന? രമണല്ല, മരണം. ഇപ്പൊ എറണാകുളം ജില്ലയിൽ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് 6 വീടുകളാ ഗ്യാസ് പൊട്ടിത്തെറിച്ച് കത്തി ചാമ്പലായി പോയത്. അത് ഒരു കൊല്ലത്തിനിടയില്. ആ, നായരമ്പലത്തും കോതമംഗലത്തും വാഴക്കുളത്തും. ഈ വാഴക്കുളത്ത് കത്തിയോടാ? എന്നാ പിന്നെ ഇവിടെ വീടൊക്കെ കത്തി നശിച്ചു കാണും. പിന്നെ എന്റെ അമ്മ ഇന്ന് രാവിലെ ഫോൺ ചെയ്തോ? അമ്മയുടെ പ്രേതം. നിങ്ങൾ ഇങ്ങനെ ജനറൽ നോളജ് വളർത്തിക്കൊണ്ടിരുന്നോ? ആ അടുക്കള ഇപ്പൊ എന്തെങ്കിലും ചെയ്യും മനുഷ്യ. പത്രം വായിക്കണം, വിവരം വെക്കണം, അല്ലാതെ വേറൊന്നും അറിയണ്ടല്ലോ. അല്ല, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നിന്നോട് സംസാരിച്ചോണ്ടിരിക്കാം കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ ഉള്ള വിവരവും കൂടെ പോവുമല്ലോ. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? ആ, എങ്ങാണ്ട് കുത്തിയ കുമ്പളം ഇവിടെ വന്ന് മത്തനായിട്ട് മുളച്ചു. ഡാഡി, വൺ ഡൗട്ട്. ഈ ബോംബ് ബ്ലാസ്റ്റുകൾ ഉണ്ടായാൽ പോലും പൊട്ടിത്തെറിക്കാത്തവയാണ് ഈ സിലിണ്ടറുകൾ ഞാൻ കേട്ടിട്ടുള്ളൂ. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ആ മക്കളെ, അത് ഈ പൊട്ടിത്തെറിക്കുന്ന സിലിണ്ടറുകളെ വ്യാജ സിലിണ്ടറുകളാ. കാലാവധി കഴിഞ്ഞ സിലിണ്ടർ അല്ലയോ നമുക്ക് ഏജൻസികൾ കൊണ്ടുവന്ന് തരുന്നത്. അയ്യോ, നമ്മളപ്പോ ഒത്തിരി കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സിലിണ്ടർ ഇല്ലയോ? അതിങ്ങനെ എന്തോ ഈ മക്കളെ. എന്റെ അമ്മ ഇവിടെ ആരാ ഗ്യാസ് വാങ്ങിക്കുന്നേ? അമ്മയല്ലേ? അതെ. ഗ്യാസുകാരൻ ഇവിടെ സിലിണ്ടറും കൊണ്ട് വരുമ്പോൾ അത് തന്നെ എഴുതിയിരിക്കുന്ന നമ്പറും ഡേറ്റും ഒക്കെ നോക്കി എങ്ങനെ ലീക്ക് ചെയ്യാമായിരുന്നല്ലോ. ഓഹോ, അപ്പൊ ഗ്യാസ് വാങ്ങിക്കുന്നത് എന്റെ വല്ല കുറ്റം? പിന്നല്ല, ഗ്യാസ് വാങ്ങിക്കുന്നതിന് കുറ്റം, ചാപ്പാടുണ്ടാക്കുന്നതിന് കുറ്റം, രായും പായലും കിടന്ന് പണിയെടുക്കുന്നതിന് കുറ്റം. എന്റെ ഗുരുവായൂരപ്പ, ഈ വീട്ടിൽ കിടന്ന് രായും പായലും പണി ചെയ്ത് എന്റെ കാലം മുഴുക്ക നീരാ. നീ ഇതൊന്നും കാണുന്നില്ലല്ലോ എന്റെ ഭഗവാനെ. ദൈവമേ, ഇത് പറയുന്ന കേട്ടത്തൊന്നും എന്റെ അർജുനേട്ട ഈ വീട്ടിലെ പണി മുഴുവൻ അമ്മയെ ചെയ്യുന്നതെന്ന്. അർജുനൻ അറിയോ, ഈ വീട്ടിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടും പിടിച്ച് നിൽക്കുന്നല്ല, അമ്മ ഒറ്റ പണി ചെയ്യാല. നീ അങ്ങോട്ട് ഉരുട്ടി വിഴുങ്ങും, തൊട്ടും പിടിച്ച് നിൽക്കാൻ പറ്റിയ ഒരു ചോരക്ക്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഏത് നേരം എലിയും പൂച്ചയുടെയും കടിപിടി തന്നെ. ഡാഡി, ഞാനിപ്പോ ടിവിയിൽ ടോം ആൻഡ് ജെറി കാണാറേ ഇല്ല. അതെന്താ മക്കളെ? ഫുൾ ടൈം കണ്ടോണ്ടിരിക്കല്ലേ മമ്മിയുടെയും അച്ഛമ്മയുടെയും കടിപിടി. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ. പിന്നെ അല്ല. അമ്മേ, ഗ്യാസിന്റെ മണം പുറത്തു വന്ന ഉടനെ തന്നെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണം. അതുപോലെ ഈ ലൈറ്റിന്റെ സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ഇടുകയും ചെയ്യരുത്? എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് ആ സമയത്ത് സ്വിച്ച് ഇടാൻ തോന്നാതിരുന്നത് ഓ ആരുടെയോ നല്ല ഭാഗ്യം കേട്ടോ. അല്ലേലും വേണ്ട സമയത്തൊന്നും തോന്നത്തില്ലല്ലോ. എന്താടി പറഞ്ഞേ? അല്ലേലും വേണ്ട സമയത്ത് അമ്മയ്ക്കൊന്നും തോന്നത്തില്ലല്ലോ. കൊണ്ട അപ്പൊ ഞാൻ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ശ്വാസം മുട്ടി ചത്തു പോണം, അതല്ലേ നിന്റെ ആഗ്രഹം? കണ്ടടാ, നിന്റെ ഭാര്യ പറഞ്ഞേ എന്താടാ നീ നൃത്തം ചവിട്ടുന്നേ? അമ്മയൊന്നും മിണ്ടാതിരിക്കും. ഞാൻ പറയുന്നല്ലേ ഉള്ളത് നിനക്ക് കുറ്റം, നിന്റെ വൈഫ് പറയുന്നല്ലേ ഒരു കുറ്റവും ഇല്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ ചാണാൻ മൊഴിയെ മോന്തയായിട്ടും ഇരുന്നോളും. എന്റെ ഭഗവാനെ, ഈ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഞാനങ്ങ് ചത്തു പോണേ. എന്റെ അമ്മ എന്നും എന്നോട് പൊട്ടിത്തെറിക്കാറുള്ളല്ലേ. ഏത് സിലിണ്ടറിന് പറ്റും അമ്മ അമ്മയെ പോലെ പൊട്ടിത്തെറിക്കാൻ? കാലുമണിക്ക് ഒരൊറ്റ ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ. എന്നാ ചവിട്ടും മുട്ട് വയ്യടി. ലീക്ക് കൂടിയെന്നാ തോന്നുന്നത്. അയ്യോ, ലീക്ക് കൂടിയോ എന്റെ ദൈവമേ. ഓ, പകല് പോലും ഈ സ്വിച്ചിലല്ലേ? എന്താടാ? അയ്യോ, ഞാൻ പേടിച്ചു പോയി കേട്ടോ. അയ്യോ എന്താ? ഓഹോ, ഞാൻ വിചാരിച്ചു. നീ എന്താ വിചാരിച്ച ഞാനങ്ങ് കത്തിപ്പോയെന്നോ? എത്ര പെട്ടെന്നാ മനസ്സിലാക്കിയേ. ഞാൻ അർജുനേട്ടൻ കരയുന്ന കേട്ട് വന്നതാ. ഒരു എലിയെ കണ്ടാൽ പോലും പേടിച്ച് മൂത്രം ഒഴിക്കുന്നതിനാ നിന്റെ അർജുനേട്ടൻ. അവന് കരയാൻ വേറെ കാര്യമല്ലോ വേണോ? ഡാഡി, വൺ ഡൗട്ട്. ഈ വീടുകളിലൊക്കെ ഈ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴേ നമ്മുടെ ബുക്സ് ഒക്കെ കത്തിപ്പോവും. പിന്നെ വരാപ്പുഴ സിലിണ്ടർ പൊട്ടി വീട് കത്തിയപ്പോഴേ ആ വീട്ടിലെ ബുക്സ് സർട്ടിഫിക്കറ്റ് മൊത്തം കത്തിപ്പോയില്ലേ? എന്നാ പിന്നെ എന്റെ സ്റ്റഡി റൂം കിച്ചണായിട്ട് അറ്റാച്ച് ചെയ്താലോ? ഇതിലെവിടെയാ ഡേറ്റ്? പൊട്ടുന്ന തീയതി ഇതിൽ എഴുതി വെക്കോടാ. പൊട്ട വേണ്ടൊരു പൊട്ടക്കണ്ണ, 2 കണ്ണാടിയാവന്, ഒന്ന് കണ്ണില് ഒന്ന് കയ്യില്, എല്ലാത്തിനും തലയ്ക്ക് വെട്ട. ബുദ്ധിജീവികളെ ലോകം ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ട്. കേട്ട് പഠിച്ചോടി. മമ്മി, എനിക്ക് വിശക്കുന്നു. എനിക്കും. അത് നീ നിന്റെ അച്ഛമ്മയോട് പറഞ്ഞാ മതി. ഞാൻ ഉണ്ടാക്കി തരുന്നത് നിനക്ക് പിടിക്കത്തില്ലല്ലോ.
എൻ്റെ മോക്ക് അച്ഛമ്മ ചപ്പാത്തി ഉണ്ടാക്കി ഉരുളക്കിഴങ്ങ് കറിയും വെച്ച് തരാം കേട്ടോ. ഇതൊന്ന് ശരിയാവട്ടെ. നിന്റെ അമ്മയ്ക്ക് അസൂയാടി, അസൂയ. കൈപുണ്യം വേണം, കൈപുണ്യം. അതില്ലാതെ പോയി ഈ പിശാചിന്. കൈപുണ്യം കാണാം. ഗ്യാസ് ശരിയായില്ലേ ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി കൊടുക്കും. ഞങ്ങളൊക്കെ ഗ്യാസ് ഉണ്ടാകുന്നതിന് മുമ്പ് ജീവിച്ചവരാ. അടുപ്പ് എത്തിച്ച് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും. വായിക്ക് രുചിയായിട്ട് കുഞ്ഞുങ്ങൾക്ക് വല്ലതും ഉണ്ടാക്കി കൊടുക്കണേടി. അതാണ് അമ്മ. അമ്മ എന്താ നേരെ പഠിപ്പിക്കണ്ട കേട്ടോ. ഓ എന്റെ ദൈവമേ, മുട്ടുമടക്കി ഒരൊറ്റ ശബ്ദം വെച്ചാൽ കണ്ടല്ലോ. എന്നാ പിന്നെ അങ്ങ് ചവിട്ട്. എനിക്ക് മുട്ട വയ്യടി. ഞാനൊരു വല്ലാത്ത നേരത്താ വന്നതല്ലേ ചേച്ചി? അയ്യോ, ഇവിടെ അങ്ങനൊന്നും ഇല്ല കുഞ്ഞെ. എപ്പോ നോക്കിയാലും ഇങ്ങനൊക്കെ തന്നെ. ഞാൻ കുറച്ച് സാധനങ്ങൾ തരാൻ വേണ്ടി വന്നതാ. പറയുന്ന കേട്ടാത്തൊന്ന് ഫ്രീ ആയിട്ട് വന്നിട്ട് വന്നാ. എന്റെ കൊച്ചെ, എന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നേ? എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. തീരുമ്പോ പറയാം, അപ്പൊ കൊണ്ടുവന്നാ മതി. ഇവിടെ സാധനങ്ങൾ ഉണ്ടോ തീർന്നോ നോക്കാൻ നിനക്ക് എങ്ങനെ അറിയാം? പിന്നെ അമ്മേന്റെ അടുത്ത ചോക്ക് മുഴുവൻ എടുക്കുന്നത്. അല്ല പിന്നെ വേറെ കണ്ടല്ലോ. എടീ, മഞ്ഞളിന്റെ മല്ലിപ്പൊടിയുടെ നിറം നിനക്കറിയാം? പിന്നെ മഞ്ഞപ്പൊടിയുടെ നിറം പച്ച. ഇവിടുത്തെ ഗ്യാസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പൊട്ടിത്തെറി ഉണ്ടാവാതെ സൂക്ഷിക്കണേ. ആ പൊട്ടിത്തെറി ഒരു ശീലമായി പോയി കൊച്ചേ. എപ്പോ വേണേലും പൊട്ടിത്തെറിക്കാവുന്ന 2 ഗ്യാസ് സിലിണ്ടർ നടുക്കല്ലയോ എന്റെ ജീവിതം. നമ്മളെ എന്നോടിയാ പറഞ്ഞേ? അമ്പനി പറഞ്ഞ നിലവാരത്തിലുള്ള റബ്ബർ ട്യൂബും റെഗുലേറ്ററുമാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ലീക്ക് ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ മാസം വാങ്ങിച്ച സിലിണ്ടറിലെ ഗ്യാസിന് പകരം മൊത്തം വെള്ളമായിരുന്നു. കുടിവെള്ളം നിറച്ച് വെച്ച് കുപ്പി മാറിപ്പോയതായിരിക്കും. ഞാൻ ഏതായാലും ഏജൻസി ഒന്ന് ഫോൺ വിളിച്ചിട്ട് വരാം. ദേ ചേച്ചി, ഇൻസ്റ്റന്റ് അപ്പപ്പൊടി, ദോശമാവ്, മഞ്ഞപ്പൊടി. ഈ ദോശമാവ് വെച്ച് ദോശ ചുട്ടാലേ നമുക്ക് ഗ്യാസ് നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഫ്ലെയിം കുറച്ച് വെച്ചാ മതി. പട്ടിണി കിടന്നാണേലും നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാം. അല്ല, അറിയാമല്ലാണ്ടിരിക്കുക. ഞങ്ങളെ എന്നും ദോശയിട്ടിരിക്കാൻ വേണ്ടിയാണ് ആന്റി എന്നും ഇങ്ങോട്ട് വരുന്നേ. അവിടെ സൈഡ് റൂമിൽ പോലും പഠിച്ചേ. അവന്റെ വാർത്താനം. നമ്മുടെ ഭക്ഷണശീലങ്ങളെ പോലും ബാഹ്യശക്തികൾ നിയന്ത്രിക്കാൻ ശ്രമിക്കാണ് മമ്മി. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്റെ ഈശ്വര, ഇപ്പം വല്ല രാഷ്ട്രീയക്കാരനും ആവുന്ന എന്റെ പേടി. നിന്റെ അല്ലേ മോൻ? അപ്പൊ നിങ്ങളുടെ മോൻ ഇതിൽ യാതൊരു പങ്കുമില്ലേ? അതെ, ഈ ഗ്യാസിന്റെ മണം സഹിച്ചോണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ പോയിട്ട് പിന്നെ എങ്ങനെ വരാം. അയ്യോ, നോക്കുമാവ് കൊണ്ടുവന്നോ? കൊണ്ടുപോവാ. അത് ഗ്യാസിന്റെ മണമൊന്നും അല്ല ആന്റി. അത് കുക്കിംഗ് ഗ്യാസിന് അങ്ങനെ പ്രത്യേകിച്ചൊരു മണം ഇല്ല. ആഹാ, പിന്നെ എന്തിന്റെ മണമായിരുന്നു അത്? ഗ്യാസിൽ നിന്നല്ലടാ അത് വന്നേ. ഓ, അത് ആർട്ടിഫിഷ്യൽ മണമാണ്. അത് ലീക്ക് ചെയ്താൽ അറിയാനുള്ളതാണ്. മനസ്സിലായോ? ഓ, എന്റെ മോന് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് എന്റെ മമ്മിയാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് കിടക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. അയ്യടാ. എവിടെയാ ഗ്യാസ് ലീക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്? അതെ, ഈ സിലിണ്ടറിന്റെ തകരാറാന്നാ തോന്നുന്നത്. ഏയ്, ഞങ്ങളുടെ ഏജൻസി കൊടുക്കുന്ന സിലിണ്ടറിന് ഒരു തകരാറുമില്ല. പിന്നെ എങ്ങനെ പല വീട്ടിലും സിലിണ്ടർ പൊട്ടിത്തെറിച്ചെന്ന് കേൾക്കുന്നേ? പല വീട്ടിലും സംഭവിച്ചെന്നാന്ന് അവിടെ പോയി തിരക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ കാലാവധി കഴിഞ്ഞ സിലിണ്ടറാ കൊടുക്കുന്നതെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അത് നിങ്ങൾ സിലിണ്ടർ എടുക്കുമ്പോ കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാലാവധി കഴിഞ്ഞാണെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? അത് ഒട്ടും പറയും. നിങ്ങൾ തൽക്കാലം ഈ സിലിണ്ടർ ഒന്ന് ശരിയാക്കി തരാം. സിലിണ്ടർ എവിടെ ഇരിക്കണത്? സിലിണ്ടർ ചെയ്യാതെ നല്ലതല്ലേ? ഇടോ, ഇവിടെ ഇരിക്കുന്ന സിലിണ്ടർ കണ്ടുകൊണ്ടോ? ആ, സിലിണ്ടർ അടുക്കളയിലാണല്ലോ ഇരിക്കുന്നത്. പിന്നെ ബെഡ്റൂമിലാണ് സിലിണ്ടർ ഇരിക്കുന്നത്. എവിടെ നമുക്ക് വെട്ടഴിച്ച് വിട്ടു എന്റെ പൊന്നെ. ഡ്രസ് ഇട്ട് ഇറങ്ങിയേക്കുക. ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ തനിച്ചത് റിപ്പയർ ചെയ്തല്ലേ? അല്ല, പ്രശ്നം എന്താന്ന് നോക്കി. പ്രശ്നം എന്താണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ പോരെ, പിന്നെ എന്നെ വിളിച്ചെന്തിനാ? അല്ല, ഇനിയിപ്പം അങ്ങനെ നോക്കാം. എന്റെ സുഹൃത്തെ, ഇത് ചില്ലറ കളിയൊന്നുമല്ല. ഇത് അറിയാവുന്നവര് പണിയണം, അല്ലെങ്കിൽ കുഴപ്പം അപകടം ഉണ്ടാവും. ആയിക്കോട്ടെ, ഇനി അങ്ങനെ ആട്ടെ. അതെ, രാത്രി കിടന്നുറങ്ങണേക്കാളും മുമ്പ് ഈ ഗ്യാസ് ഓഫ് ചെയ്യാറുണ്ടോ? അതവിടെ എന്നും മറന്നു പോകും ഓഫ് ചെയ്യാൻ. വല്ലപ്പോഴും ഒരിക്കലും അടുക്കള കയറുന്നത്. അതെങ്ങനെ വല്ലപ്പോഴും അടുക്കള കയറുന്നവര് ഓഫ് ചെയ്യാൻ മറന്നു പോണത്? കറക്റ്റ് ഏട്ടാ. ഒരു ശ്രദ്ധയുമില്ലാതെ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്നത് ഈ ഇരിക്കുന്ന എന്റെ അമ്മായിയമ്മയാ. ഇന്നാളും നോക്കിയപ്പോ ഗ്യാസ് കിടന്ന് വെറുതെ കത്തുന്നു. കറിക്കാണെങ്കിൽ അരിയുന്നതേ ഉള്ളൂ. ആഹാ, അതെങ്ങനെ നീ കണ്ടു? നിനക്കെന്താ തൃക്കണ്ണുണ്ടോ? എപ്പം നോക്കിയാലും നീ ടിവിയുടെ മുമ്പിലല്ലയോ? തൃക്കണ്ണ് എങ്ങനെ അച്ഛമ്മേ മമ്മിക്ക് ഉണ്ടാവുക? അത് ശിവന്റെ നെറ്റിയിലല്ലേ ഉള്ളത്? നിന്റെ അച്ഛമ്മയുണ്ടല്ലോ, ഞാൻ എന്റെ തൃക്കണ്ണ് തുറന്ന് കത്തിച്ചു കളയും. കണ്ണ് കത്തിക്കണുണ്ടല്ല. ഒരു മിനിറ്റ്, ഞാൻ പുറത്തു പോയി നിൽക്കാം. എരിക്കുകയും കരിക്കുകയും ചെയ്യണമെങ്കിലേ ഇവിടെ വന്നൊരു തീപ്പെട്ടിക്കൊള്ളി വരച്ചു വെച്ചാൽ മതി. ഒരു പണി ചെയ്യാനും സമ്മതിക്കൂല. എന്ത് വീട്ടുകാരത്? എന്റെ പൊന്നു മനുഷ്യ, ഇങ്ങനെ വല്ല വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാൻ അറിയണ്ടേ? വായി നോക്കി നിൽക്കാതെ ഒന്ന് കണ്ടു പഠിക്കേ. അവന് റിപ്പയർ ചെയ്യാത്ത കുഴപ്പമേ ഉള്ളൂ. നിങ്ങൾ കഷ്ടപ്പെട്ട് ഇതൊന്നും പഠിക്കൊന്നും വേണ്ട. ഇതൊക്കെ പണിയാനാ ഞങ്ങളുള്ളത്. ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഈ സിലിണ്ടർ ഞാൻ കൊണ്ടുപോവാണ്. ഇത് മാറ്റിത്തരാം. പിന്നെ എന്റെ റബ്ബർ ട്യൂബ് ഉണ്ടല്ലോ, അതും മാറ്റിത്തരാം. അല്ല, ഈ എന്താ അതിന്റെ പ്രശ്നം? ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ കാലാവധി 1 വർഷം മുമ്പ് കഴിഞ്ഞതാ. 1 വർഷം മുമ്പ് പൊട്ടിത്തെറിക്കുന്ന സിലിണ്ടർ ആയിരുന്നു. ഓ, എന്റെ ആയുസിന്റെ വലിപ്പം. മിസ് ചെയ്തു. നീ എന്തുവാടി മിസ് ചെയ്ത്? കുറെ നേരമായില്ലോടി. ഇനി പൊട്ടിത്തെറിക്കുന്നത് ഗ്യാസ് സ്റ്റൗ ആയിരിക്കത്തില്ല, ഞാനായിരിക്കും.
ഗ്യാസ് ഇല്ലെങ്കിൽ അടുപ്പ് കൂട്ടി പിള്ളേർക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മയല്ലേ പറഞ്ഞ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ ഉണ്ടാക്കി കൊടുക്കോടി. അടുപ്പല്ല എന്റെ ചോര നീരാക്കി ഞാൻ ഇതുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കും. അടുപ്പ് പോലെ കൂട്ടുന്ന എന്റെ അമ്മ ചോര നീരാക്കുന്നേ. എന്നാ പിന്നെ നീ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കണേ. നിന്റെ ഇല്ലേ മക്കളെ? അതാ അച്ഛമ്മ കാലും മാറുന്നു. ഞങ്ങൾക്ക് അത് ഉണ്ടാക്കി തരാം ഇതുണ്ടാക്കി തരാന്ന് നേരത്തെ പറയുന്ന കേട്ടല്ലോ. ഇല്ല മക്കളെ, അച്ഛമ്മ ഉണ്ടാക്കി തരാം കേട്ടോ. അച്ഛമ്മ ഉണ്ടാക്കി തരാം. ഓ, ഇങ്ങനൊരു അച്ഛമ്മയുടെ പേരക്കുട്ടികളായിട്ട് ജനിച്ചതാണ് എന്റെ മക്കൾക്ക് വന്ന ഏറ്റവും വലിയ ഗതി. എന്ത് വഴി എനിക്കൊരു കുഴപ്പം പറ്റിയത്? ഈ ലൗഡ് സ്പീക്കർ ഓൺ ചെയ്ത പോലുള്ള ഒച്ചയെടുത്ത് ഉറഞ്ഞുള്ളൂ. അപ്പൊ പിന്നെ നിനക്കെന്തോ തൊണ്ടയ്ക്ക് വരുന്നത് കാറ്റാണോ നീ? നിങ്ങൾ തമ്മിൽ കിടന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ ഈ കൊച്ചുങ്ങൾക്ക് അടുപ്പ് കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. അതെ, അടുപ്പ് കൂട്ടാനായിട്ട് നിനക്ക് നിങ്ങളുടെ അമ്മ ഉണ്ടാക്കി കൊടുക്കാൻ പറ. നീ പറയുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ തന്നെ എന്റെ വേലക്കാരിയാണോ? അമ്മയ്ക്ക് അങ്ങനെ സ്വയം തോന്നലുണ്ടായി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് മുട്ട് മുടങ്ങുന്നല്ലടി.